തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നടത്തുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പാർമിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വടക്കുന്നാഥ ക്ഷേത്രം വഴി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തിയാണ് വിളംബര ഘോഷയാത്ര സമാപിച്ചത്. സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ഘോഷയാത്രയിൽ പങ്കെടുത്തു. വാർത്തയിലേക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. തലസ്ഥാനത്ത് നടന്ന 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് സമാപന സമ്മേളനത്തിൽ മൈസൂർ യോഗാനന്ദേശ്വര സരസ്വതി മഠാധിപതി ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആചാരാനുഷ്ഠാനങ്ങൾക്ക് നാട് പ്രാധാന്യം നൽകണമെന്ന് ചടങ്ങിൽ സ്വാമി പറഞ്ഞു. ഒപ്പം വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ ആദരിച്ചു. കഴിഞ്ഞ 5 ദിവസമായി അനന്തപുരിയിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിന് നിറഞ്ഞ സദസ്സിൽ സമാപനമായി. സമാപന സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നൽകിയത് മൈസൂർ യോഗാനന്ദേശ്വര സരസ്വതി മഠാധിപതി ശ്രീ ശ്രീ ശങ്കരഭാരതി സ്വാമികളാണ്. അനുഷ്ഠാനങ്ങൾക്ക് നാട് പ്രാധാന്യം നൽകണമെന്ന് ചടങ്ങിൽ സ്വാമി പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം തുടരുന്നതിൽ സംഘാടകരെ സ്വാമി അഭിനന്ദിച്ചു. തർഹി ഏതാസാം സമസ്യാനാം ദൂരീകരണം കഥം यस्मात् इदानीं समस्या उत्पन्ना तमेव समस्या मूलं तदेव स्वीकृत्य यदि वयं समस्यां दूरीकर्तुं शक्नुमः किम् इति विचारः अवश्यम् आयाति. तदर्थम् एकं लघु उदाहरणं स्मारयामि. एकः विद्यालयः, छात्राः उपविष्टाः, अध्यापकः आगतः, अध्यापकः आरब्धवान्. अयि भोः विद्यार्थिनः, अहमिदानीं कृष्णफलके एकां रेखां लिखामि. भवत्सु विना स्पर्शं रेखां न स्पर्ष्टव्यम्. एवमेव रेखायाः नाशः अपि न करणीयः किञ्चिदपि. സമാപന സമ്മേളനം BLM ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി CMD ഡോക്ടർ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുമതം ഒരു വലിയ കടലാണെന്നും ഹൈന്ദവർ എന്നും ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അതിന് മാറ്റം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മേഖലയിലും ഞാൻ നോക്കുന്നു, വലിയ വലിയ നേതാക്കൾ നമ്മളെ കാര്യങ്ങളും തത്വചിന്തകരും കാര്യങ്ങളും സംസാരിച്ചു പോകുന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടിയ അവർക്കുള്ള ഫൈനാൻഷ്യലി കാര്യങ്ങൾ അവർ ശക്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ മാറ്റാൻ വേണ്ടിയുള്ള വിഷയങ്ങളായിട്ട് പലപ്പോഴും കേൾക്കാറില്ല, കാണാറില്ല. നമുക്ക് പറഞ്ഞ ഒറ്റ ഒരു വിഷയം, ശക്തമായിട്ട് വളരാൻ വേണ്ടിയ സമൂഹമാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിന് ഏറ്റവും തികച്ച് നമ്മൾ വേണ്ട എല്ലാ രീതിയിലും മുൻപന്തിയിൽ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ എളിയൻ്റെ വാക്ക്. പുതിയ മേഖലകളിലേക്ക് ഹിന്ദു മഹാസമ്മേളനത്തെ എത്തിക്കുമെന്ന ചടങ്ങിൽ ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് M. ഗോപാൽ, അധർമ്മം ഏത് ഭാഗത്തുനിന്ന് കണ്ടാലും, തെറ്റ് ഏത് ഭാഗത്തുനിന്ന് കണ്ടാലും, ഏത് ഭാഗത്തുണ്ടായാലും അതിനെ പ്രതികരിക്കാൻ, പ്രതിഷേധിക്കാൻ ഏത് സമയത്ത് ഹിന്ദു തയ്യാറാവുന്ന സമയത്താണോ ആ ഹിന്ദുത്വത്തിന് മാത്രമേ, അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ ഹിന്ദു എന്ന് നാമധേയം ചെയ്യാൻ സാധിക്കൂ എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇതേപോലെ തന്നെ ഈ പ്രവർത്തനം ഏറ്റവും പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വിവിധ വിഷയങ്ങൾ, സെമിനാറുകൾ ഉൾപ്പെടെ സമകാലിക കേരളത്തിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്താണ് 15ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് സമാപനമായത്. സമ്മേളന വേദിയിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെയും ആദരിച്ചു. ജനം, തിരുവനന്തപുരം.